നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം 48 മണിക്കൂറുകൾക്കുള്ളിൽ പരിഹരിച്ച് ജീവിതം ആകെ മൊത്തം ഒന്ന് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തീർച്ചയായും ഇല്ല, അല്ലേ? പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന സയന്റിഫിക്കായ പ്രാക്ടിക്കലായ ഒരു മെത്തേഡിലൂടെ 48 മണിക്കൂർ അഥവാ 2 ദിവസം കൊണ്ട് ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. വർഷങ്ങൾ കൊണ്ട് സാധിക്കാത്ത മാറ്റം. അപ്പോൾ വരൂ, ഒരു യഥാർത്ഥ സംഭവത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് വ്യക്തമാക്കി തരാം. വർഷം 1999. ജപ്പാനിലെ ഒരു ബിസിനസ്സുകാരനായ മസാവു കവാസാക്കി അദ്ദേഹം തന്റെ കമ്പനിയിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റ് തന്റെ കമ്പനിയിലെ ഏറ്റവും പ്രൊഡക്റ്റീവായ ആളുകളുടെ പോലും ചിന്തകളെ മാറ്റിമറിച്ചതായി അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. തന്റെ കമ്പനിയിലെ ജോലിക്കാരിൽ 100 പേരെ 50 പേരുടെ 2 ഗ്രൂപ്പായി തിരിച്ചു. ആദ്യ ഗ്രൂപ്പിന് ഒരു ജോലി നൽകി. അത് ചെയ്തു തീർക്കാൻ ഒരാഴ്ച സമയവും കൊടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പിന് അതേ ജോലി തീർക്കാൻ 48 മണിക്കൂറാണ് നൽകിയത്. ഈ 2 ഗ്രൂപ്പിന്റെയും റിസൾട്ട് അമ്പരപ്പിക്കുന്നതായിരുന്നു. ആദ്യ ഗ്രൂപ്പിന് ജോലി തീർക്കാൻ ഒരാഴ്ച സമയം കിട്ടിയപ്പോൾ അവർ പതുക്കെ ജോലി ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് ടാർഗറ്റ്, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ ജോലി തീർക്കുക എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. അതേസമയം രണ്ടാമത്തെ ഗ്രൂപ്പിലെ 50 പേർ 48 മണിക്കൂർ എന്ന സമയം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തപ്പോൾ 90% പേരും വളരെ കൃത്യതയോടെ ജോലി പൂർത്തിയാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഇവിടെ പാർക്കിൻസൺ ലോ ആണ് പ്രവർത്തിച്ചത്. നിങ്ങളുടെ പക്കൽ കൂടുതൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെ നീട്ടിവലിക്കും. പതുക്കെ മാത്രമേ ചെയ്തു തീർക്കുകയുള്ളൂ. സമയം വളരെ കുറവാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ മറ്റൊരു മോഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് സർവൈവൽ മോഡ്. ഈ മോഡിൽ മനുഷ്യന്റെ ബ്രെയിൻ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ സ്വയം അകറ്റി നിർത്തും. തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളും. മാത്രമല്ല, ബ്രെയിൻ 10 മടങ്ങ് ഷാർപ്പായി ആക്റ്റീവായി ജോലി ചെയ്യുകയും ചെയ്യും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓഡിയോപീഡിയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് 3500-ലേറെ സബ്സ്ക്രൈബേഴ്സ് ഓഡിയോപീഡിയയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ സപ്പോർട്ടിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന വിലപ്പെട്ട ഇൻഫോർമേഷൻസ് ആണ് പങ്കുവെക്കുന്നത്. ഇവിടെ സമ്മറൈസ് ചെയ്യുന്നത് ദി 48 hours റൂൾ ആണ്. ഇതിൽ 8 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 8 ചാപ്റ്റേഴ്സും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേട്ടാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ നോക്കിക്കാണാനും പ്രവർത്തിക്കാനും സാധിക്കുമെന്ന്. നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ സക്സസ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സക്സസ് ഇൻ 48 hours എന്ന് തീർച്ചയായും എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 1, 48 മണിക്കൂറിന്റെ സൈക്കോളജിക്കൽ ഇഫക്റ്റ്. എന്തുകൊണ്ടാണ് ഈ 48 hour റൂൾ വർക്ക് ചെയ്യുന്നതെന്നും വളരെ ഇഫക്റ്റീവാണെന്നും പറയുന്നത്? അത് വ്യക്തമാക്കി തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് പോകണം. ഇനി വെറും 48 മണിക്കൂർ മാത്രമേ കല്യാണത്തിനുള്ളൂ. നിങ്ങൾ ഒരാഴ്ചയായി നടത്തുന്ന ഒരുക്കങ്ങൾ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഷോപ്പിംഗ്, പാക്കിംഗ്, ഗിഫ്റ്റ് വാങ്ങൽ ഒക്കെ. എന്നാൽ ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന ചിന്ത നിങ്ങളെ കൊടുങ്കാറ്റിന്റെ വേഗതയിൽ അവ പൂർത്തിയാക്കാൻ പ്രേരിപ്പിക്കും. ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ സജ്ജമാകും. മാത്രമല്ല, ആ 2 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് എളുപ്പം കഴിയും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരാഴ്ച കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ഈ 2 ദിവസം കൊണ്ട് ഇത്ര പെട്ടെന്ന് എങ്ങനെ സംഭവിക്കുന്നു? ഇത് മാജിക് ഒന്നുമല്ല, ഒരു ഡെഡ് ലൈൻ ഇഫക്റ്റ് ആണ്. ബ്രെയിനിന് ടൈം ലിമിറ്റഡ് ആണെന്ന മുന്നറിയിപ്പ് കിട്ടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഹൈ സ്പീഡ് മോഡിൽ പോകുന്നതാണ്. ഇത് തന്നെയാണ് 48 hour റൂൾ. നിങ്ങളുടെ പ്ലാനിങ്ങും ചിന്തകളുമെല്ലാം സൂപ്പർ ചാർജ്ഡ് ആക്കും ഈ റൂൾ. ഇത് പാർക്കിൻസൺ ലോ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ 1 മാസം സമയം തന്നാൽ ആദ്യത്തെ 25 ദിവസം വെറുതെ ഇരുന്ന് അവസാന 5 ദിവസം കൊണ്ട് പണി മുഴുവൻ പൂർത്തിയാക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളും ചിലപ്പോൾ
അത്തരക്കാരിൽ ഒരാളായിരിക്കാം. ആ 5 ദിവസം വളരെ ടെൻഷൻ അടിച്ചായിരിക്കും പിന്നീട് ജോലി പൂർത്തിയാക്കുക. ഇതേ ജോലി 1 മാസത്തിന് പകരം 48 മണിക്കൂർ ഡെഡ്ലൈൻ വെച്ച് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ ബ്രെയിൻ ഫുൾ പവറിലായി ഒരു എക്സ്ക്യൂസും നോക്കാതെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ ബെസ്റ്റ് ഔട്ട്പുട്ട് നിങ്ങൾ നൽകും. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബ്രെയിനിന്റെ കഴിവ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിന് ഒരു സെൻസ് ഓഫ് ഏർജൻസി ലഭിച്ചാൽ അത് തന്റെ എല്ലാ പവറും ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കും. ഒരാൾ നമ്മളോട് ഈ വർക്ക് നാളെ രാവിലെ തന്നെ ചെയ്തു തരണം, അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ രാത്രി ഉറക്കമിളച്ചും ആ ജോലി ചെയ്തു തീർക്കില്ലേ? മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ്. ഒരു എമർജൻസി അല്ലെങ്കിൽ തിരക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന് ഒരു പുഷ് ഉണ്ടാവൂ. അത് ഉണർന്ന് പ്രവർത്തിക്കൂ. അതുവരെ നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടുക കൂടിയില്ല. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഒരു ദിവസം കഴിഞ്ഞാൽ നിന്റെ ജീവിതം മുഴുവനായി ചേഞ്ച് ആകുമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്? 48 മണിക്കൂർ എന്ന് പറയുന്നത് ഈ മാറ്റം കൊണ്ടുവരാൻ ധാരാളമാണെന്ന് വിശ്വസിക്കുക. അതെ, 2 ദിവസം 48 മണിക്കൂർ. ഇതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാം, ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം, പുതിയ പുതിയ ശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ മാറ്റങ്ങൾക്കും നിങ്ങൾക്ക് തുടക്കമിടാം ഈ 48 മണിക്കൂറിൽ. ഈ ലോകത്ത് എന്തൊക്കെ ഇന്നൊവേഷൻ ഉണ്ടായിട്ടുണ്ടോ അവയിലെല്ലാം ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരുന്നു: ഭ്രാന്തമായ ഒരു വേഗത. സ്റ്റീവ് ജോബ്സ്, എലോൺ മസ്ക്, ഇവരൊന്നും ഡെഡ്ലൈൻ കണ്ട് പേടിക്കാറില്ല. മറിച്ച് അതിനെ തന്റെ ശക്തിയാക്കി മാറ്റും അവർ. ഒരു ജോലി ചെയ്തു തീർക്കാൻ കൃത്യമായ ഒരു ടൈം ഫിക്സ് ചെയ്തില്ലെങ്കിൽ അത് നീണ്ടു പോവുകയേയുള്ളൂ. പൂർത്തിയാക്കാനാകാതെ ഇങ്ങനെ കിടക്കും. എല്ലാ സക്സസ്ഫുൾ ആയവരുടെയും വിജയത്തിനു പിന്നിൽ ഈ ടൈം ഫിക്സേഷൻ മെന്റാലിറ്റി ഒരു ഘടകമായിരിക്കും. എന്ത് കാര്യവും നാളെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? ഈ ചിന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് എല്ലാ കാര്യങ്ങളും നീട്ടിക്കൊണ്ടുപോകൽ. ഇത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കിടന്ന് ഗെയിം കളിക്കും. നിങ്ങൾ പോലും അറിയില്ല. നിങ്ങളിങ്ങനെ നിരന്തരം ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ദിവസങ്ങളും വർഷങ്ങളും കടന്നു പോകും. എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇല്ല. നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായി എന്തെങ്കിലും സ്റ്റെപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമോ? അതുമില്ല. വെറും പ്ലാനിങ്ങും ചിന്തകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മുടെ ഹിന്ദി സിനിമകളിലൊക്കെ പറയുന്ന പോലെ അഭിനഹി തോ കഭി നഹി എന്ന മൈൻഡ് സെറ്റിൽ വേണം പ്രവർത്തിക്കാൻ. ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല എന്ന മൈൻഡ് സെറ്റ്. ഇനിയുള്ള 48 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആ 48 മണിക്കൂറിലുള്ള നിങ്ങളുടെ ഡെഡിക്കേറ്റഡ് ആയ പ്രവർത്തനങ്ങൾ നിങ്ങളെ ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്തിക്കും. ഈ ഡെഡിക്കേറ്റഡ് വർക്കിന് വെറും 48 മണിക്കൂർ മാത്രം മതി. ഇതിന്റെ സയന്റിഫിക് ആംഗിൾ ഇനി എന്താണെന്ന് നോക്കാം നമുക്ക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണത്. ന്യൂറോ സയൻസ് പറയുന്നത് ബ്രെയിനിന് ലിമിറ്റഡ് ടൈം ലഭിക്കുമ്പോൾ ഡോപ്പമൈൻ റിലീസ് ആവുന്നു എന്നാണ്. അത് നമ്മുടെ ഉള്ളിൽ മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഒരു വർക്കിന് ഡെഡ്ലൈൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു ഫ്ലോ സ്റ്റേറ്റിലാണ് ചെന്നെത്തുക. അവിടെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം അപ്രത്യക്ഷമായിരിക്കും. നമ്മുടെ പെർഫോമൻസ് ആണെങ്കിൽ പീക്ക് ലെവലിൽ എത്തുകയും ചെയ്യും. ഇതേ റീസണാണ് പഠിക്കുമ്പോൾ സംഭവിക്കുന്നത്. പഠിക്കുന്ന കുട്ടികൾ പരീക്ഷ വരുമ്പോൾ രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പഠിക്കാറില്ലേ? പരീക്ഷയ്ക്ക് എത്രയോ ദിവസങ്ങൾ മുൻപും അവർക്ക് പഠിക്കാൻ സമയം കിട്ടാഞ്ഞിട്ടല്ല. തലേന്ന് പഠിക്കുന്ന രീതി പല കുട്ടികളിലും ഉണ്ടാവുന്നത് ആ സമയം അവർ 1 വർഷം കൊണ്ട് പഠിക്കാത്തതുപോലും പൂർണ്ണമായി പഠിച്ച് ഹൃദിസ്ഥമാക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല, പരീക്ഷാ ഹാളിൽ അവരത് ഓർത്തെഴുതുകയും ചെയ്യും. പരീക്ഷ കഴിഞ്ഞാലോ ആ ഹാൾ വിടുന്നതിന് മുൻപ് എല്ലാം മറന്നുപോയെന്ന് പരാതി പറയുന്നവരെയും കാണാം. ഇതെന്ത് മാജിക് എന്നായിരിക്കും? ഇത് മാജിക് അല്ല, ബ്രെയിനിന്റെ ഒരു ട്രിക്കാണ്. ഈ ട്രിക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇനി അടുത്ത തവണ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിൽ കാണുമ്പോൾ അവയെ വർഷങ്ങളോളം നീട്ടി വലിച്ചു കൊണ്ടുപോകാതെ 48 മണിക്കൂറിൽ അവ നേടാനുള്ള ആദ്യ സ്റ്റെപ്പ് വയ്ക്കുക. നിങ്ങൾ നിങ്ങളോട് എക്സ്ക്യൂസസ് പറയാതെ, സ്വയം ചീറ്റ് ചെയ്യാതെ അടുത്ത 48 മണിക്കൂറിലെടുക്കുന്ന നിർണായകമായ ആ സ്റ്റെപ്പ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും.
തീർച്ച. ഇത് പാഴ്വാക്കല്ല, പ്രാക്ടിക്കലി പ്രൂവൺ ടെക്നിക്കാണ്. നിങ്ങളൊരു സിംഗർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നാളെ മുതലാവട്ടെ സിംഗിങ് പ്രാക്ടീസ് എന്ന് വിചാരിച്ച് സമയം കളയരുത്. നാളെ നീളെ നീളെ എന്നല്ലേ, ആ തീരുമാനം നാളെകളിലേക്ക് നീണ്ടുപോവുകയേ ഉള്ളൂ. നിങ്ങളുടെ സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കുകയും ചെയ്യും. അതിനാൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വെറും 48 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ എന്ന് സ്വയം വിശ്വസിക്കുക. അതിനുള്ളിൽ ആദ്യ നീക്കം നടത്തുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ തീർച്ചയായും എത്തിയിരിക്കും. ചാപ്റ്റർ 2 സ്മാർട്ട് പ്ലാനിംഗ് ഫോർ 48 hours. നിങ്ങൾക്ക് പോകേണ്ട വഴി കൃത്യമായി അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തുക? മുന്നിൽ കാണുന്ന വഴികളിലൂടെയെല്ലാം സഞ്ചരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ ഇപ്പോഴൊന്നും എത്തുകയില്ല. വഴി തെറ്റിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക്. ഇതുപോലെ തന്നെയാണ് ഫോക്കസ്ഡ് അല്ലാതിരിക്കുമ്പോൾ, ലക്ഷ്യങ്ങൾ ഉറപ്പിക്കാതിരിക്കുമ്പോൾ. അതിനാൽ ഗോൾ സെറ്റിംഗ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 48 hour റൂൾ പ്രാവർത്തികമാവുക ഈ ഗോൾ സെറ്റിംഗിലൂടെയാണ്. ലക്ഷ്യവും അതിലേക്കുള്ള വഴിയും സ്മാർട്ടായി പ്ലാൻ ചെയ്യുക. എന്താണ് ഈ സ്മാർട്ട് പ്ലാൻ? സ്മാർട്ടായി പ്ലാൻ ചെയ്യുക എന്നാൽ സ്പെസിഫിക്കായി, സമയബന്ധിതമായി, ഇഫക്റ്റീവായി, ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്ലാനിംഗ് എന്നാണ് അർത്ഥം വയ്ക്കുന്നത്. ഇങ്ങനെ സ്മാർട്ട് പ്ലാനിംഗ് ഇല്ലെങ്കിൽ 48 മണിക്കൂറിലെ ഹാർഡ് വർക്ക് പോലും പാഴായി പോകുമെന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് ആദ്യം ചിന്തിച്ചുറപ്പിക്കുക. ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ ടാർഗറ്റ് വെച്ച് വേണം നിങ്ങൾ പ്ലാനിംഗ് ചെയ്യാൻ. അടുത്ത 48 മണിക്കൂറിൽ ഞാൻ രാവിലെ 5 മണിക്ക് ഉണരും, രാവിലെ അരമണിക്കൂർ എക്സസൈസ് ചെയ്യും എന്നത് ഒരു ലക്ഷ്യമാണ്. ഇവിടെ വേണ്ടത് എന്താണെന്ന് കൃത്യമാണ്. ഇതുപോലെ വേണം പ്ലാൻ ചെയ്യാൻ. നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് രാവിലെ ഉണരുന്ന സമയത്തിനാണെങ്കിൽ നിങ്ങൾ കൃത്യമായി രാവിലെ എനിക്ക് ഈ സമയത്ത് ഒരു 5 മണിക്ക് ഉണരണം എന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് വേണം അതിനുവേണ്ട കാര്യങ്ങൾ നീക്കാൻ. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തീർച്ചയായും നിങ്ങൾ ആ മാറ്റം ജീവിതത്തിൽ വരുത്തിയിരിക്കണം. ഈ 48 മണിക്കൂറിലേക്കുള്ള പ്ലാൻ വളരെ എഫക്റ്റീവാണ്. സ്റ്റുഡൻസ് ഒക്കെ 10 ദിവസം പഠിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവായി പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാറില്ലേ? അത് 48 മണിക്കൂർ റൂളിലൂടെയാണ്. ഈ ടെക്നിക്കാണ് നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് മാറ്റമാണ് ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾ ആദ്യം തീരുമാനം കൈക്കൊള്ളുക. അത് രാവിലെ എഴുന്നേൽക്കുന്നതാകാം, ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നതാകാം, റെഗുലർ എക്സസൈസ് ചെയ്യുന്നതാകാം, അങ്ങനെ എന്തുമാകാം നിങ്ങളുടെ ലക്ഷ്യം. ഇങ്ങനെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങളെ പോസിറ്റീവാക്കി മാറ്റും. ഈ ലക്ഷ്യങ്ങളെ കൃത്യമായി ഉറപ്പിച്ച് ഫോക്കസ് ചെയ്ത് ആ മാറ്റം നാളേക്ക് നീക്കിവെക്കാതെ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ആരംഭിക്കണം. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പലരും ഒട്ടേറെ കാര്യങ്ങൾ ചിന്തിച്ച് ലക്ഷ്യം വെക്കും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അതൊരിക്കലും പ്രാക്ടിക്കലായ ഒരു മെത്തേഡല്ല. നിങ്ങൾ ഒരു സമയം ഒരു ഗോൾ മാത്രം സെറ്റ് ചെയ്യുക, അതിൽ ഫോക്കസ്ഡ് ആവുക. അതിനുവേണ്ടി അടുത്ത 48 മണിക്കൂറിൽ പ്രവർത്തിച്ചു തുടങ്ങുക. ഇതിന് നിങ്ങൾക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഗോളിനെ കുഞ്ഞു കുഞ്ഞു ഗോൾസാക്കി ടാസ്കായി സ്പ്ലിറ്റ് ചെയ്യുക. അതിന് കൃത്യമായ ഒരു ടൈം ലൈൻ നൽകുക. നിങ്ങൾക്ക് അടുത്ത 48 മണിക്കൂറിൽ ഒരു ബിസിനസ് ഐഡിയയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യ 12 മണിക്കൂർ ബിസിനസ് ഐഡിയാസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക. പിന്നീടുള്ള 12 മണിക്കൂർ പ്ലാനിംഗ് ചെയ്യുക. പിന്നീടുള്ള 12 മണിക്കൂർ ആക്ഷൻ. ഏറ്റവും ഒടുവിലായുള്ള 12 മണിക്കൂർ അതിനെ നിങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണം ഉപയോഗിക്കാൻ. ഇങ്ങനെ വേണം ഗോൾ സെറ്റിംഗ് ചെയ്യാൻ. അപ്പോൾ ബ്രെയിനിന് കൃത്യമായി നിങ്ങളുടെ റൂട്ടിനെ കുറിച്ച് അറിവുണ്ടായിരിക്കും, ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ആദ്യത്തെ 12 മണിക്കൂർ ബിസിനസ് ഐഡിയാസ് റിസർച്ച് ചെയ്യാൻ മാത്രമായിരിക്കും ബ്രെയിൻ മുൻകൈ എടുക്കുക. അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഐഡിയ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് കൃത്യമായി പ്ലാനിംഗ് ചെയ്യുമ്പോൾ ഇന്നു മുതൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാകും. നിങ്ങൾ
അനായാസം ആ ലക്ഷ്യത്തിനായി ഡെഡിക്കേറ്റഡായി വർക്ക് ചെയ്തു തുടങ്ങും, ഫോക്കസ്ഡ് ആവും. ഇനി നിങ്ങൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയും പുറപ്പെടും മുമ്പ് നിങ്ങളുടെ പ്ലാനിംഗ് സ്മാർട്ടാണോ എന്ന് ചിന്തിക്കുക. ആണെങ്കിൽ നിങ്ങൾ അതിൽ സക്സസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ചാപ്റ്റർ 3 മൈൻഡ് സെറ്റ്. മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികളെ കണ്ടിട്ടില്ലേ? അതിൽ ഉന്നത റാങ്കുകൾ നേടുന്നവരെല്ലാം കൃത്യമായി ഗോൾ സെറ്റ് ചെയ്തവരായിരിക്കും. അവരവരുടെ സിലബസ് കൃത്യമായി സ്പ്ലിറ്റ് ചെയ്ത് ആദ്യം പഠിക്കേണ്ടതിനും പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതിനുമെല്ലാം കൃത്യമായ സമയം നിർണയിച്ച് ഡെഡ്ലൈൻ സെറ്റ് ചെയ്തായിരിക്കും അവർ പഠിക്കുന്നത്. അതും ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു കാൽക്കുലേഷനും അവർക്കുണ്ടായിരിക്കും. ഇതാണ് സ്മാർട്ട് പ്ലാൻ എന്ന് പറയുന്നത്. ഈ സ്മാർട്ട് പ്ലാനിലൂടെയാണ് ഇന്ന് മത്സര പരീക്ഷകളിലും മറ്റും വിജയം നേടുന്നവർ മുൻപന്തിയിലെത്തുന്നത്. ഈ ഗോൾ സെറ്റിങ്ങും സ്മാർട്ട് പ്ലാനുമാണ് അവരെ സക്സസ് ആവാൻ സഹായിക്കുന്നതും. ചാപ്റ്റർ 3 മൈൻഡ് സെറ്റ് റീസെറ്റ്. നമ്മൾ എന്താണോ നിരന്തരം ചിന്തിക്കുന്നതും ചെയ്യുന്നതും അതാണ് നമ്മളാവുക. ഇതൊരു പൊതു നിയമമാണ്. ഇന്ന് നിങ്ങൾ വളരെ നെഗറ്റീവായ ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതേ നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഇപ്പോഴുള്ള മൈൻഡ് സെറ്റ് അതെങ്ങനെ മാറ്റി പോസിറ്റീവ് ആക്കാം, റീസെറ്റ് ചെയ്യാം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അത് സാധ്യമാണ്. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ഇനിയും മാറാൻ സമയമുണ്ട്. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഷിഫ്റ്റാണ്. നിങ്ങൾ ആരെ പോലെ ആകണമെന്ന് ചിന്തിക്കുക, അവരെ പോലെ ആവാനുള്ള ശ്രമം നടത്തുക. ഉദാഹരണം, നിങ്ങൾ സ്മോക്കിംഗ് എന്ന ഹാബിറ്റ് ഉപേക്ഷിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുകവലി നിർത്തണമെന്ന് വെറുതെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ആരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നോ അവർ നോൺ സ്മോക്കർ ആണ് എന്നറിഞ്ഞാൽ നിങ്ങൾക്കും പുകവലി ഉപേക്ഷിക്കാൻ ഒരു താല്പര്യം തോന്നുക സ്വാഭാവികമാണ്. അതാണ് ഈ ഐഡന്റിറ്റി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പഴയ ദുശീലങ്ങളെല്ലാം വെടിഞ്ഞ് പുതിയ ഒരാളായി മാറാനുള്ള പവർ സ്വയം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ് അതിനുള്ള വഴികാട്ടിയായി നിൽക്കുക. ഇങ്ങനെയൊരു മാറ്റം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഫേക്ക് ഇറ്റ് ടിൽ യു ബിക്കം ഇറ്റ്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ മണ്ടനാക്കുകയാണ്. എന്നാൽ ഇത് പ്രാക്ടിക്കലി പ്രൂവൺ ടെക്നിക്കാണ്. നിങ്ങൾ മറ്റൊരാളാണെന്ന് ചിന്തിച്ച് അയാളുടെ ശീലങ്ങളും രീതികളും പിന്തുടരുക. പതുക്കെ നിങ്ങളും അയാളെപ്പോലെയാകും. നിങ്ങളുടെ ഐഡന്റിറ്റി എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുടേതുപോലെയാകും. ഒരു എക്സ്പെരിമെന്റിൽ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ സൂപ്പർ ഹീറോ പോലെയാണെന്ന് ഒരു 2 മിനിറ്റ് ചിന്തിക്കാൻ. അതായത് തല ഉയർത്തിപ്പിടിച്ച് വളരെ സ്ട്രോങ് ശരീരത്തോടെ ഒരു ബോൾഡായ ക്യാരക്ടറായി അവർ സ്വയം സങ്കല്പിച്ചു. ആ 2 മിനിറ്റ് നേരം, ആ 2 മിനിറ്റ് കൊണ്ട് തന്നെ അവരിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും സംസാര രീതിയും മാനറിസങ്ങളും ബോഡി ലാംഗ്വേജിൽ തന്നെ മാറ്റം വരികയും ചെയ്തു. അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരത്തെ മാറ്റിയെടുക്കുന്നത് പോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ മൈൻഡ് സെറ്റിനെയും മാറ്റുന്നു. അതാണ് ഈ എക്സ്പെരിമെന്റിൽ സംഭവിക്കുന്നതും. സൂപ്പർ ഹീറോ ആണെന്ന ചിന്ത അവരുടെ ബോഡി ലാംഗ്വേജിനെ മാറ്റിയെടുത്തു. ആ ബോഡി ലാംഗ്വേജ് അവരുടെ ക്യാരക്ടറും മാറ്റി. ഇത് സ്ഥായിയായ ഒരു മാറ്റമല്ല, അല്പനേരത്തേക്കുള്ള ഒരു മാറ്റം മാത്രമാണ്. ഈ അല്പനേരത്തെ മാറ്റം നമുക്ക് ദീർഘിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അവിടെയാണ് ഈ 48 മണിക്കൂർ റൂൾ പ്രവർത്തിക്കുന്നത്. 48 മണിക്കൂറിൽ നമ്മൾ നിരന്തരം നമ്മൾ ആരാണോ ആകാൻ ആഗ്രഹിക്കുന്നത് ആ ആളെപ്പോലെ ചിന്തിക്കുക, ആ ആളുടെ രീതികൾ കോപ്പി ചെയ്യുക. ഈ 2 ദിവസം കൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ സ്വഭാവ രീതിയിലും മോശമായ ദുശീലങ്ങൾ മാറ്റിയെടുക്കുന്നതിലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലും ചിന്തകളിൽ തന്നെയും മാറ്റം വരുത്താൻ സാധിക്കും. ന്യൂറോ അസോസിയേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ബ്രെയിൻ ഓർമ്മ വയ്ക്കുന്നത് അതിന് സന്തോഷവും വേദനയും നൽകുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ചെയ്യാനാണ് ബ്രെയിൻ നമ്മളെ പ്രേരിപ്പിക്കുക. നിങ്ങൾ പിസ്സ കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ്, പക്ഷേ ജിമ്മിൽ പോകാൻ നിങ്ങൾക്കിഷ്ടമല്ല, അത് ശരീരത്തിന് വേദനയുണ്ടാക്കുന്നു എന്നൊരു തോന്നലാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ പിസ്സ കഴിക്കാനാണ് നിങ്ങളെ പ്രേരിപ്പിക്കുക. ജിമ്മിൽ പോകുന്നതിൽ നിന്ന് അത് നിങ്ങളെ വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ പിസ്സയെ വേദനയുമായി ജിമ്മിനെ സന്തോഷവുമായി കണക്ട് ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് താനെ മാറി തുടങ്ങും. ഇതേ മെത്തേഡാണ്
മൈൻഡ് റീസെറ്റ് ചെയ്യാൻ വലിയ വലിയ അത്ലറ്റ്സും സക്സസ്ഫുൾ ആയവരും പിന്തുടരുന്നത്? അവർ തങ്ങളുടെ ഹാർഡ് വർക്കിനെ എൻജോയ് ചെയ്യുന്നു, അതിനെ സന്തോഷമായി കാണുന്നു. ഒരു ദിവസം പോലും പ്രാക്ടീസ് മുടങ്ങാതിരിക്കാൻ അത്ലറ്റ്സിനെ ഈ മെന്റാലിറ്റിയാണ് സഹായിക്കുന്നത്. ഇതിനു പുറമെ മൈൻഡ് റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊന്ന് ഇൻസ്റ്റന്റ് ആക്ഷൻസ് ആണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ട ഒരു കാര്യം, അത് ചെറുതോ വലുതോ അങ്ങനെ എന്തുമാകട്ടെ, അതിനു വേണ്ട ഒരു ആക്ഷൻ ഈ വരുന്ന 48 മണിക്കൂറിനുള്ളിൽ കൈക്കൊള്ളുക എന്നതാണ് ഇൻസ്റ്റന്റ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഒരു ബുക്ക് വായിക്കുന്നതാകാം, ഏതെങ്കിലും എക്സ്പേർട്ടുമായി സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് സ്വയം ഏറ്റെടുക്കുന്നതാകാം. അങ്ങനെ എന്തുമാകാം ആ ആക്ഷൻ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ മൈൻഡ് സെറ്റ് എളുപ്പം മാറ്റാൻ സാധിക്കും. ഇല്ലെങ്കിൽ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തുക എളുപ്പമായിരിക്കില്ല. 48 മണിക്കൂർ ധാരാളം മതി ആർക്കും പുതിയ മൈൻഡ് സെറ്റിലേക്ക് മാറാൻ. നിങ്ങൾ ഒറ്റ പ്രോമിസ് സ്വയം എടുത്താൽ മാത്രം മതി. ഞാൻ എന്തിനാണ് ജനിച്ചത്, എൻ്റെ ലക്ഷ്യം എന്താണ്, അത് ഞാൻ നിർവഹിക്കും എന്ന പ്രോമിസ്. ആ പ്രോമിസ് നിങ്ങൾ ദീർഘകാലം ഒപ്പം കൊണ്ട് നടന്നാൽ തന്നെ താമസിയാതെ ലക്ഷ്യത്തിലെത്തും. ആ ലക്ഷ്യം നേടാനുള്ള രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുകയും ചെയ്യും. ചാപ്റ്റർ 4 ഹാബിറ്റ്സ്. നല്ല ശീലങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം? 48 മണിക്കൂറിനുള്ളിൽ ഒരു ദുശീലം മാറ്റി നല്ല ശീലം കൊണ്ടുവരാൻ സാധിക്കുമോ? അതെങ്ങനെയാണ് സാധിക്കുക? പറയാം. നിങ്ങൾ എന്നും ഒരുപോലെ ചിന്തിച്ച് ഒരുപോലെ പ്രവർത്തിച്ച് എല്ലാ ദിവസവും ഒരേപോലെ തള്ളി നീക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവാനാണ്? ഇനി പുതിയ ശീലങ്ങൾ തുടങ്ങുന്നവരാണെങ്കിൽ തന്നെ പലർക്കും അത് നിലനിർത്താൻ സാധിക്കാറില്ല. രാവിലെ ഉണരുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, കൃത്യസമയം ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, ഇങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരുപോലെ കൺസിസ്റ്റന്റായി ഡിസിപ്ലിൻഡായി കൊണ്ടുപോകാൻ പലർക്കും സാധിക്കാറില്ല. തുടക്കത്തിലെല്ലാം വളരെ കറക്റ്റായി ചെയ്തു പോകും. പോകെ പോകെ ആ ശീലങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്യും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നല്ല നല്ല ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കാത്തതാണ്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹാബിറ്റ് ലൂപ്പ് കൊണ്ടുവരിക എന്നതാണ്. അതായത് പുതിയൊരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ 3 സ്റ്റെപ്പിലൂടെ കടക്കുക: ട്രിഗർ, റൂട്ടീൻ, റിവാർഡ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ദുശീലത്തെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയാനും ഇതേ മാർഗങ്ങളാണ് അതെങ്ങനെയെന്ന് പറയാം. നിങ്ങൾക്ക് എന്നും രാത്രി ഭക്ഷണശേഷം മധുരം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിന്റെ ട്രിഗർ എന്ന് പറയുന്നത് ഡിന്നറാണ്. ഡിന്നർ കഴിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മധുരം കഴിക്കാൻ തോന്നുന്നത്. ഇവിടെ റൂട്ടീൻ എന്ന് പറയുന്നത് ആ ശീലം നിങ്ങൾ എന്നും കൊണ്ടുപോകുന്നതാണ്. എന്നും നിങ്ങൾ ഡിന്നർ കഴിച്ചു കഴിയുമ്പോൾ മധുരം കഴിക്കുന്നു, അതുതന്നെയാണ് റൂട്ടീൻ. ഇനി റിവാർഡ് എന്ന് പറയുന്നത് അത് കഴിച്ചു കഴിഞ്ഞ് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സന്തോഷമാണ്. ഇനി മാറ്റം വരുത്തേണ്ടത് എവിടെയാണ്? ഹാബിറ്റ്സിൽ. ഹാബിറ്റ് മാറ്റണമെങ്കിൽ നിങ്ങൾ ട്രിഗറും റിവാർഡും അവിടെ നിലനിർത്തി റൂട്ടീനാണ് മാറ്റേണ്ടത്. അതെങ്ങനെ സാധ്യമാണ്? പ്രത്യേകിച്ചും 48 മണിക്കൂറിൽ ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ അത് സാധ്യമാണ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനായി 2 മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ആ ട്രിഗറിനെ മറ്റെന്തെങ്കിലും കാര്യവുമായി കണക്ട് ചെയ്യുക. ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കാൻ തോന്നുമ്പോൾ അതിനു പകരം മറ്റെന്തെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യുക. വേണമെങ്കിൽ സാലഡ്സ് കഴിക്കുന്നതാകാം, അതല്ലെങ്കിൽ ആ സമയം ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം 2 മിനിറ്റ് നേരം ഉൾപ്പെടുത്തുക. ഈ മധുരം കഴിക്കുന്നതിന് പകരം അത് റൂട്ടീനായിട്ട് മാറ്റുക. ഇങ്ങനെ പഴയ റൂട്ടീൻ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനെ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നു. നിങ്ങൾ എന്നും മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെ റൂട്ടീനുമായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് എന്നും പല്ല് തേച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് പിന്നാലെ 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം എന്നൊരു തീരുമാനം കൈക്കൊള്ളുക. അപ്പോൾ എന്നും നിങ്ങൾ ബ്രഷ് ചെയ്യാറില്ലേ? അതുമായി കണക്ട് ചെയ്ത് മെഡിറ്റേഷനും കൃത്യമായി എല്ലാ ദിവസവും നടന്നുകൊള്ളും. പുതിയ ശീലങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലെ ശീലങ്ങളുമായി കണക്ട് ചെയ്ത് കൊണ്ടുപോവാൻ സാധിക്കും. ഇതിനെയാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ
പതുക്കെ ആ മെഡിറ്റേഷൻ എന്നത് നിങ്ങളുടെ ഡെയിലി ഹാബിറ്റായി മാറും. ഇനി 48 മണിക്കൂറിനുള്ളിൽ ഈ പുതിയ ശീലങ്ങൾ റിപ്പീറ്റഡായി ചെയ്തു നോക്കൂ. അതിനെ ബ്രെയിൻ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും. 30 ദിവസത്തെ ഫിറ്റ്നസ് ട്രെയിനിങ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം 48 മണിക്കൂർ നിങ്ങൾ കറക്റ്റായി അത് ചെയ്യാൻ ശ്രമിക്കുക. ആ 48 മണിക്കൂറിലെ പ്രവർത്തനം നിങ്ങളെ 30 ദിവസവും ചുറുചുറുക്കോടെ ഫിറ്റ്നസ് ട്രെയിനിങ് നടത്താൻ പ്രാപ്തനാക്കും. ഇനി ഇവിടെ ഈ ഹാബിറ്റ്സ് പിന്തുടരാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. അതിനെയാണ് എൻവയോൺമെന്റ് ഡിസൈൻ എന്ന് പറയുന്നത്. നിങ്ങൾ നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും കാണുന്ന തരത്തിൽ നിങ്ങളുടെ മേശയുടെ മുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ചെന്നിരിക്കുന്ന സ്ഥലത്തോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ വെക്കാവുന്നതാണ്. ഇത് നിങ്ങളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും. പഠിക്കാനുള്ള ഒരു ട്രിഗർ ഇതുണ്ടാക്കും. ഇതിനെയാണ് എൻവയോൺമെന്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ജങ്ക് ഫുഡ് ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ജങ്ക് ഫുഡ്സിന്റെ പാക്കറ്റുകൾ തീർച്ചയായും ദൂരേക്ക് മാറ്റിവെക്കുക. മാത്രമല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ഫുഡ്സ് എപ്പോഴും കയ്യിൽ കരുതുകയും വേണം. എന്നാൽ മാത്രമേ ജങ്ക് ഫുഡ് കഴിക്കുക എന്ന ദുശീലം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയുള്ളൂ. ചാപ്റ്റർ 5 റിമൂവ് യുവർ വീക്ക്നെസ് ഇൻ 48 hours. എല്ലാ മനുഷ്യനും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടായിരിക്കും. ഭയം, ഓവർ തിങ്കിങ്, മടി, കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനെ പലതുമാകാം ഈ പോരായ്മ. പക്ഷേ ശ്രദ്ധയോടെ ഇവയെ മറികടക്കാൻ ശ്രമിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആകാൻ പറ്റും. ഇതിനാദ്യം വേണ്ടത് നമ്മുടെ പോരായ്മ നമ്മൾ തന്നെ തിരിച്ചറിയുക, അംഗീകരിക്കുക എന്നതാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അത് തടയാനും മറികടക്കാനുമുള്ള വഴികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതായത്, നിങ്ങളെ വീക്കാക്കുന്നത് ഭയമാണെങ്കിൽ എന്തിനെയാണ് നിങ്ങൾ ഭയക്കുന്നത് എന്ന് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതുമ്പോൾ ആ ഭയത്തെ മറികടക്കാൻ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി പല വഴികളും തെളിഞ്ഞു വരും. ഇനി ഇത്തരം പോരായ്മകൾ മറികടക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഷോക്ക് യുവർ സിസ്റ്റം എന്നത്. അതായത്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഇത്തരം ദൗർബല്യങ്ങൾ തടയുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആക്റ്റീവായിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് പേടി തോന്നുന്ന കാര്യത്തെ മറികടക്കാൻ നിങ്ങൾ സ്വയം ധൈര്യമെടുത്ത് നിങ്ങളുടെ സിസ്റ്റത്തെ ഷോക്ക് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ ആക്റ്റീവായിരിക്കുക. നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ 5 പുതിയ ആളുകളുമായി സംസാരിക്കുമെന്ന ടാർഗറ്റ് വെക്കുക. എന്ത് കാര്യം ചെയ്യുന്നതിനാണോ നിങ്ങൾ പേടിക്കുന്നത്, ആ കാര്യം ആദ്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളെ തടയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. അത് മറികടക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുക. പേടി, ആശങ്ക ഇവ ഒരിക്കലും നിങ്ങളെ മുന്നോട്ട് നയിക്കില്ല. അവ പിന്നോട്ട് വലിക്കുകയേ ഉള്ളൂ. എന്ത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും അവ പേടിയോടെയും ആശങ്കയോടെയും നോക്കിക്കാണുന്നവർ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഒരേയൊരു ജീവിതമാണ് ഉള്ളത് എന്ന കാര്യമാണ്. ഈ ജീവിതത്തിൽ നിങ്ങൾ പേടിച്ച് ഭീരുവിനെ പോലെ കഴിയാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ ധീരനായി കഴിയാനാണോ എന്ന് ചിന്തിക്കുക. നിങ്ങൾ എന്തിനെയാണ് പേടിക്കുന്നത്, അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നൊക്കെ സ്വയം ആലോചിക്കുക. നിങ്ങൾ പേടിക്കുന്ന കാര്യം നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ. അത് പിന്നീട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എത്ര നിസ്സാരമായ കാര്യത്തെയാണ് നിങ്ങൾ പേടിക്കുന്നതെന്ന്. ആ പേടി മറികടക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരികയും ചെയ്യും. ചാപ്റ്റർ 6 മേക്ക് മണി ഇൻ 48 hours. 48 മണിക്കൂറിൽ നിങ്ങൾക്ക് ജീവിതം മാറ്റിമറിക്കാം. അതുപോലെ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പറ്റുമോ? അതും സാധ്യമാണ്. എങ്ങനെയെന്നല്ലേ പറയാം. പണം ഉണ്ടാക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിൽ ജോലി എന്നായിരിക്കും ഉത്തരം. എന്നാൽ പണം സമ്പാദിക്കാൻ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പുതിയൊരു ഇൻകം സോഴ്സ് കണ്ടെത്താനായാലോ? നല്ല കാര്യമല്ലേ? അതിലൂടെ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം കണ്ടെത്താൻ സാധിക്കും. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചിന്തിക്കുക, എന്തെങ്കിലും സ്കിൽസ് നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ മറ്റു വഴികളുണ്ടോ എന്നെല്ലാം. അതിനാദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരു ഫിക്സ്ഡ് ഇൻകം മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തും നിങ്ങൾക്ക് പണം സമ്പാദിക്കാനാകും. അതിന് നിങ്ങൾ ഈ 3 സ്റ്റെപ്പ് പിന്തുടരണം. ആദ്യത്തേത്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ചിലപ്പോൾ
വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ചിത്രം വരയ്ക്കാൻ, പാട്ടുപാടാൻ, എഴുതാൻ, അങ്ങനെ പല കഴിവുകളുമുള്ള ആളുകളായിരിക്കും നിങ്ങളെല്ലാം. ഈ കഴിവുകളെ നിങ്ങൾക്ക് ഇൻകമാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങൾ നന്നായി സംസാരിക്കാൻ അറിയുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം, പോഡ്കാസ്റ്റിംഗ് ചെയ്യാം. എഴുതുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യാം. നിങ്ങളൊരു പെയിന്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ചിത്രം വരച്ച് അവയെ സെയിൽ ചെയ്യാം. സിംഗർ ആണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ പാട്ട് പഠിപ്പിക്കാം. അതുപോലെ തന്നെ ഗാനമേളകൾക്ക് പോകാം. സിംഗിങ് ടിപ്സ് ഷെയർ ചെയ്തുകൊണ്ട് യൂട്യൂബിൽ ചാനൽ തുടങ്ങാം. ഇങ്ങനെ നിങ്ങളുടെ കഴിവുകളെ, സ്കില്ലുകളെ നിങ്ങൾക്ക് ഇൻകത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇങ്ങനെ ഒരു സ്കിൽ എനിക്കില്ല എന്ന തോന്നലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പുതിയൊരു സ്കില്ല് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. പുതിയൊരു സ്കിൽ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഓൺലൈൻ ക്ലാസ്സസ് നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രാഫ്റ്റ് മേക്കിംഗ് ആവാം, കമ്പ്യൂട്ടർ കോഴ്സുകൾ പഠിച്ചെടുക്കുന്നതാകാം, അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതാവാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെറിയ ഇൻവെസ്റ്റ്മെന്റിലൂടെ വലിയ ലാഭം എന്നതാണ്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പണമില്ല എന്നാണെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ അതുതന്നെ ഇന്ന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് നിരവധി ഓൺലൈൻ ജോബ്സ് ചെയ്യാനാകും. ട്രാൻസ്ലേഷൻ ജോബ്സ്, റീസെല്ലിംഗ് പ്രോഡക്ട്സ്, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ, അങ്ങനെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഇന്നുണ്ട്. ഇവയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 48 ഹവേഴ്സിന്റെ ചാലഞ്ചാണ്. നിങ്ങൾ സ്വയം ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ഐഡിയ ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് അത് 48 മണിക്കൂറിനുള്ളിൽ തുടങ്ങാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക. നിങ്ങൾ ഒരു കഴിവുമില്ലാത്ത ആളാണ് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു സ്കിൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ആ പഠിച്ചെടുക്കുന്നത് ഇനി വരുന്ന 48 മണിക്കൂറിനുള്ളിൽ അത് പഠിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. പാട്ടുപാടാനോ ചിത്രം വരയ്ക്കാനോ അങ്ങനെ കഴിവുകളുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് മാത്രമാണ്. എനിക്കിത് സാധിക്കുമെന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മാത്രമല്ല അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ കഴിവിനെ ഒരു പാസീവ് ഇൻകം ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് സിംഗിങ് ക്ലാസ്സസോ അല്ലെങ്കിൽ ചിത്രം വരയുടെ ക്ലാസ്സുകളോ ഓൺലൈൻ കണ്ടന്റ് ക്രിയേഷനോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനുള്ള നടപടികൾ ഈ വരുന്ന 48 മണിക്കൂറിനുള്ളിൽ തന്നെ കൈക്കൊള്ളുക. നിങ്ങൾ ഇപ്പോഴെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് വരുമാനം നേടിത്തരുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതം തന്നെ പതുക്കെ മാറ്റിമറിക്കും. നിങ്ങളെ പോസിറ്റീവാക്കും, കൂടുതൽ കോൺഫിഡൻസ് ഉള്ളവരാക്കി മാറ്റും. ചാപ്റ്റർ 7 ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. ചില ആളുകൾ ഒരുപാട് ചിന്തിക്കും, ഒരുപാട് സ്വപ്നം കാണും. പക്ഷേ അത് പ്രാക്ടിക്കലി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർ ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതുമെല്ലാം അവർക്ക് പ്രാവർത്തികമാക്കാൻ 1-2 ദിവസമേ സാധിക്കാറുള്ളൂ എന്നതാണ്. നിങ്ങളൊരു സിംഗർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ 1-2 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ശബ്ദവും പാട്ടും മെച്ചപ്പെടുത്താൻ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ കഴിവുകളെ മികച്ചതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ വേണ്ടത് ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയുമാണ്. ഡിസിപ്ലിൻഡായി കൃത്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യം കൃത്യമായി ഫോക്കസ് ചെയ്ത് ഡിസിപ്ലിൻഡായി അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുക. 1 ദിവസമോ 2 ദിവസമോ മാത്രം നിങ്ങൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ മാത്രം പോരാ. കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റന്റായി പ്രവർത്തിക്കുക. ചിലപ്പോൾ നിങ്ങൾ ലക്ഷ്യത്തിലെത്താൻ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുപോയേക്കാം. എന്നിരുന്നാലും കൺസിസ്റ്റന്റ് ആയിരിക്കുക. ലക്ഷ്യം നേടും വരെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. ഇന്നത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഓരോ ദിവസവും പ്രാക്ടീസിലൂടെ എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആവുന്നത് ബൈ പ്രാക്ടീസും കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും കൂടി വരുമ്പോഴാണ് എന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഡിസിപ്ലിൻഡും കൺസിസ്റ്റന്റുമായി കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നിങ്ങളെ സക്സസ് ആവുന്നതിൽ നിന്ന് തടയാനാവില്ല. പുതിയൊരു ശീലമോ അല്ലെങ്കിൽ പുതിയൊരു സ്കില്ലോ നിങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ അതിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് വിട്ടുപോകാം. അങ്ങനെ വിട്ടുപോകാതിരിക്കാൻ നിങ്ങൾ ഈ 48 hour റൂൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക.
പുതിയൊരു ഹാബിറ്റ് നിങ്ങൾ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ പിന്നീട് 7 ദിവസം അത് തുടർച്ചയായി നിങ്ങൾ ഡിസിപ്ലിൻഡായി കൺസിസ്റ്റന്റായി കൊണ്ടുപോവാൻ ശ്രമിക്കുക. 7 ദിവസത്തിന് ശേഷം അടുത്ത 21 ദിവസം കൂടി നിങ്ങളുടെ ജീവിതവുമായി കൂട്ടിച്ചേർത്ത് തന്നെ നിർത്തുക. ഇത്രയും ദിവസം കഴിയുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. അടുത്ത 48 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ശീലമായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്ത് പുതിയ പുതിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പുതിയ ഒരാളായി മാറുക. ചാപ്റ്റർ 8 കൺക്ലൂഷൻ. 48 മണിക്കൂർ റൂൾ എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശക്തിയുള്ള ഒരു നിയമമാണ്. വർഷങ്ങളോളം പലർക്കും സാധിക്കാത്തത് വെറും 2 ദിവസം കൊണ്ട് ഈ 48 മണിക്കൂറിനുള്ളിൽ ഏതൊരാൾക്കും സാധ്യമാണ്. അതെങ്ങനെയാണ് എന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത്, എന്ത് കാര്യം ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്, അതിന് വെറും 48 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക. അതിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതൊരു ജോലിയാണെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കിൽ പഠിച്ചെടുക്കുന്നതാണെങ്കിലും, നിങ്ങളുടെ ഒരു ഹാബിറ്റ് മാറ്റുന്നതാണെങ്കിലും, പുതിയൊരു ഹാബിറ്റ് ശീലമാക്കുന്നതാണെങ്കിലും, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, അത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. ഈ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് നിങ്ങളുടെ ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങളുടെ ബ്രെയിൻ ഒരു പ്രത്യേക സർവൈവൽ മോഡിൽ അല്ലെങ്കിൽ ഒരു സ്പീഡ് മോഡിലെത്തും. ആ സ്റ്റേജിൽ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങളെ പെർഫെക്റ്റായി ചെയ്യാനുള്ള ഒരവസ്ഥ വരും. ഈ അവസ്ഥയാണ് നിങ്ങൾ അടുത്ത 48 മണിക്കൂറിന് ശേഷവും പിന്തുടരേണ്ടത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ സ്വയം ഒരു ടൈം ലിമിറ്റ് വെക്കുക, ഒരു ഡെഡ് ലൈൻ. 48 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇത് ചെയ്തു തീർക്കുമെന്ന് സ്വയം വിശ്വസിക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾ സക്സസ് ആയിരിക്കും. 48 Hour Rule എന്ന പുസ്തകമാണ് നമ്മളിവിടെ സമ്മറൈസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു ബുക്ക് സമ്മറിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.